السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ഗുരുമഹത്തുക്കള്, ഉലമാക്കള്, ഉമറാക്കൾ, ജ്യേഷ്ഠാനുജ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്, വിദ്യാർത്ഥിനികളെ, സ്വാഗത ഭാഷണം മുതൽ ഓരോരുത്തരുടെയും പേരുകൾ ഇവിടെ പറയപ്പെട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഓരോരുത്തരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലാക്കി കബൂൽ ചെയ്യുമാറാവട്ടെ. രംഗേൽ ബദരിയ ജമാ മസ്ജിദിന്റെ പരിസരത്ത് സ്വലാത്ത് വാർഷികത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സാണ് നമ്മുടെ സദസ്സ്. എല്ലാ മാസത്തിലും ഇവിടെ വെച്ചുകൊണ്ട് സ്വലാത്ത് മജ്ലിസ് നടക്കാറുണ്ടെന്നും നാട്ടിലുള്ള സഹോദരങ്ങളും സഹോദരിമാരും വിദ്യാർത്ഥികളുമെല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കാറുണ്ടെന്നും അറിയാൻ സാധിച്ചു. ആ ഒരു സദസ്സിന്റെ ഒരു വിളംബരം അതുകൂടിയാണ് ഈ ഒരു വാർഷികത്തിന്റെ പ്രധാന കാരണം. അതോടൊപ്പം തന്നെ ഇവിടെ പറയപ്പെട്ടതുപോലെ നാട്ടുകാരായ നമുക്ക് മരണപ്പെട്ടു കഴിഞ്ഞാൽ റാഹത്തോടുകൂടി നമ്മുടെ നാട്ടിലുള്ള ഒരു ഖബർസ്ഥാനിൽ ചെന്ന് കിടക്കാനുള്ള ഒരു സൗകര്യം 11 സെന്റ് സ്ഥലം ഇവിടെയുണ്ട്. അത് നമ്മുടെ മഹല്ലത്തിന്റെ കീഴിൽ അണയേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാറാവട്ടെ. നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ആ വിവരങ്ങൾ നമ്മൾ കൈമാറണം. ഏതെങ്കിലും ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് സംഭാവന നൽകാനോ അല്ലെങ്കിൽ അതിലേക്ക് 1 സെന്റോ 2 സെന്റോ ഓഫർ ചെയ്യാനോ ഉള്ള ആളുകൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ അയൽവാസികളിലോ അല്ലെങ്കിൽ വിദേശ നാടുകളിൽ നമ്മുടെ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിമാരുടെ കൂട്ടത്തിലോ ആരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം മുമ്പിലേക്ക് ഈ വിഷയം എത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളിൽ നിന്നുള്ള സാധുക്കളായ ആളുകൾക്ക് ചിലപ്പോൾ സാധിച്ചിട്ടില്ലെങ്കിലും അത്തരം ആളുകളിലേക്ക് ആ വിവരം എത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചിലപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിവരം എല്ലാവരും കൈമാറി പരമാവധി ആളുകളിലേക്ക് ഒരു വിഷയം എത്തിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല എളുപ്പമാക്കി തരുമാറാവട്ടെ. ഇവിടെ പറയപ്പെട്ടതുപോലെ താജുൽ ഉലമ ശൈഖുന ഖുദ്വത്തുൽ മുഹഖ്ഖിഖീൻ മഹാനവറുകളുടെ പേരിലാണ് ഈ സദസ്സ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് ഉസ്താദിന്റെ പ്രസംഗം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ വളരെ കൗതുകത്തോടുകൂടി ശ്രദ്ധയോടുകൂടി നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിഭാഗവും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഏതായാലും പറഞ്ഞ കാര്യങ്ങളിൽ മലയാളത്തിന്റെ ഭാഗങ്ങൾ മാത്രം മനസ്സിലായി. ഏതായാലും എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിയ ഒരു പ്രസംഗമായിരുന്നു എന്ന് നിങ്ങളുടെയൊക്കെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു തആല മഹാനവർകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഇൽമിലും തദ്രീസിലും ബറക്കത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുകളുടെ മുമ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിൽമീദുമാർക്ക് നാഫിയായ ഇൽമു പകർന്നു കൊടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് സഹോദരങ്ങൾ മാരകമായ രോഗങ്ങൾ പിടിപെട്ടതിന്റെ കാരണത്താൽ വളരെ വിഷമിച്ച് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി വലിയ ബാധ്യതകൾ നഷ്ടങ്ങൾ സംഭവിച്ചത് കാരണത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ മറ്റ് രോഗങ്ങളും വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ ആഫിയത്തിൽ ഒരൽപ്പം കുറവ് സംഭവിച്ചത് കാരണത്താൽ, അതേപോലെ വിവാഹം കഴിഞ്ഞ് ദശകങ്ങളായി 10-15 വർഷങ്ങളായി കുട്ടികളില്ലാതെ വിഷമിക്കുന്നതായ സഹോദരങ്ങളൊക്കെ
വിഷമങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിന്റെ, ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെയും അവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് റാഹത്തും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി സന്തോഷിപ്പിക്കുമാറാവട്ടെ. സന്താന ഉൽപാദനത്തിന്റെ തടസ്സമായ എല്ലാ തടസ്സങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫളൽ കൊണ്ട് നീക്കിക്കൊടുത്ത് അവർക്ക് സന്തോഷകരമായ കണ്ണിന് കുളിർമയേകുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒരുപാട് വർഷങ്ങളായി വധുവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ, അതേപോലെ തന്നെ ആൺകുട്ടികളെ വരന്മാരെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് അനുയോജ്യരായ സ്വാലിഹീങ്ങളായ നല്ല ഇണകളെ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല അടുപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സും ദുആയുമൊക്കെ അതിനുള്ള സബബാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പല സമുദായങ്ങളെയും നശിപ്പിക്കുകയും മോശമാക്കുകയും ചെയ്തതായ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നശിപ്പിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് അവരുടെ ഇടയിലുള്ള ലജ്ജ എടുത്തു കളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന്മാർക്കിടയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ മനസ്സിൻ്റെ അകത്തുള്ള ലജ്ജ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുകയും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സങ്കലനങ്ങളും കൂടിച്ചേരലുകളെല്ലാം ധാരാളം വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ആ സമുദായം മോശമാവുകയും അങ്ങനെ വളരെ മോശമായി ജീവിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങുകയും ചിലപ്പോൾ സമുദായത്തെ ഒന്നടങ്കം റബ്ബ് സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ഇടയിലും നാണം എന്ന് പറയുന്ന ഹയാ, ലജ്ജ എന്ന് പറയുന്നത് എടുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലാവട്ടെ അതേപോലെ മറ്റ് സ്ഥാപനങ്ങളിലാവട്ടെ എല്ലായിടത്തും ഡാൻസ് ക്ലാസ്സുകളും ഡാൻസുകൾക്ക് പ്രാമുഖ്യം നൽകുന്നതും ഏതൊരു ഒരുമിച്ച് കൂടലാണെങ്കിലും ശരി അവിടെയെല്ലാം ഒരു ഡാൻസ് ഒരു പ്രധാന ഭാഗമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ചെറിയ കുട്ടികളും ഒരു ചെറിയൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് ഡാൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ അത്ഭുതം നമുക്ക് തോന്നുന്ന വിധത്തിൽ അവരുടെ സുന്ദരമായ സ്റ്റെപ്പുകളോടുകൂടിയുള്ള ഡാൻസുകൾ, ശരീരം ഇളക്കിക്കൊണ്ടുള്ളതായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡാൻസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ അടുത്ത് വളരെ പവിത്രമായ ഒരു ചടങ്ങാണല്ലോ, നമ്മുടെ സഹോദരിമാർ ഗർഭമായി കഴിഞ്ഞാൽ പള്ള കാണാൻ പോവാന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പറയാം. പള്ള കാണാൻ പോകുന്നതായ ചടങ്ങ്, ആ ചടങ്ങ് ഒരു പെൺകുട്ടി എൻ്റെ പള്ള കാണാൻ വേണ്ടി വരികയാണല്ലോ, അതുകൊണ്ട് പള്ള കാണുമ്പോൾ അതൊരു മൊഞ്ചിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പള്ളമ്മേൽ ഒന്നായിട്ട് മൈലാഞ്ചി ഇട്ട് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവർക്കും കാണുന്ന രീതിയിലേക്കാക്കി മാറ്റി പള്ള കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശിപ്പിക്കാൻ അതിനൊന്നും മടിയില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലജ്ജ ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ പോയി അവസാനം ഒന്നിനും നാണമില്ലാത്ത തരത്തിലേക്ക് മാറുന്ന തരത്തിലേക്ക് എത്തും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ബഹുഭൂരിഭാഗം ആളുകളും ആവാനുള്ള കാരണം സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടതുകൊണ്ട്. കൂടെ ജീവിക്കുന്ന ആളുകളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യവുമെല്ലാം അങ്ങനെ ആകുമ്പോൾ ഏതൊരു നല്ല കുലീനമായ സ്വാലിഹ്യങ്ങളായ കുടുംബത്തിൽപ്പെട്ട തറവാട്ടിൽപ്പെട്ടതായ ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി ഇത്തരം കൂട്ടുകെട്ടുകളിൽ പെടുമ്പോഴാണ് ഈ തരത്തിൽ നാണമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് അവർ എത്തിപ്പെടുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അവർക്ക് ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകും. ഇങ്ങനെയെല്ലാം ഡാൻസും അതേപോലുള്ളതായ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ക്യാൻസർ ബാധിച്ചു. അത് കണ്ടുകൊണ്ട് പേടിച്ച് ശരീരം ഓരോ ദിവസവും ക്യാൻസറിന്റെ പിടിയിൽ അമർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത അറിയുമ്പോൾ പെട്ടെന്ന് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക. അതേപോലെ തന്നെ സാമ്പത്തികമായി വളരെ വലിയ തകർച്ച, വളരെ സുന്ദരമായി അവനും അവന്റെ കുടുംബവും വളരെ ആഡംബരത്തോടുകൂടി കൊശിയോടുകൂടി ജീവിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ വലിയ ഒരു സാമ്പത്തിക നഷ്ടം സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങി അവനിലേക്ക് ഖേദിച്ച് മടങ്ങാനൊക്കെയുള്ള ഒരു മനസ്സൊക്കെ ചിലപ്പോൾ വരുന്നത് ചിലപ്പോൾ അള്ളാഹു തആല നൽകുന്ന അവൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് വരാൻ വേണ്ടി നമ്മോടുള്ള റഅഫത്ത് കൊണ്ട് ചിലപ്പോൾ അള്ളാഹു തആല നൽകുന്നതും ആവാം. ഇങ്ങനെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പരീക്ഷണമാണെങ്കിലും ശരി അവസാനം നന്നായി നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും മുന്തിയ പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല സ്വാലിഹ്യങ്ങളായി ഈമാൻ സലാമത്തായി മരിക്കാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വലാത്തിന്റെ മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നതായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നേരത്തെ അബൂ സ്വാലിഹ് ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ഖൽബിന്റെ സാന്നിധ്യമില്ലെങ്കിലും ശരി നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതായ അമലാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നേതാക്കളിൽ പ്രമുഖനായിരുന്ന സയ്യിദുമാരിൽ പ്രമുഖനായിരുന്ന സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, രാമന്തളി തങ്ങൾ, അൽ ജലാലി അൽ ബുഖാരി മഹാനവറുകളുടെ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രസംഗത്തിൽ കേൾക്കാൻ സാധിച്ചു. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മലായികത്തീങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വിഷയം മഹാനവറുകൾ പറയുകയുണ്ടായി. മലായികത്തീങ്ങൾ ആമീൻ പറയുമ്പോൾ നമ്മൾ സാധാരണ ഇമാം ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാം ആമീൻ പറയുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇമാം ആമീൻ പറയുമ്പോൾ മഅ്മൂമീങ്ങളുടെ ആമീൻ അതിനോട് ഒത്തു വന്നു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ആമീനിന് ദുആക്ക് ഉത്തരം ലഭിക്കും. കാരണം ഇമാം ആമീൻ പറയുന്ന സമയം മലക്കുകളും ആമീൻ പറയുന്ന സമയമാണ്. അതുകൊണ്ട് മലായികത്തീങ്ങളുടെ ആമീനോട് യോജിച്ചു വരുന്നത് കൊണ്ട് നമ്മളുടെ ആമീൻ സ്വീകരിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയം ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ഇമാമികളൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നതുപോലെ തന്നെ നമ്മൾ എപ്പോ സ്വലാത്ത് ചൊല്ലിയാൽ യുസല്ലൂന അലൻ നബി മലായികത്തീങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ എന്ന് പറയുമ്പോൾ ഓരോ നിമിഷത്തിലും സ്വലാത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോ സ്വലാത്ത് ചൊല്ലിയാലും ഏത് നിലക്ക് സ്വലാത്ത് ചൊല്ലിയാലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി റിയാഓടുകൂടി സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്ത് നമ്മൾ എപ്പോൾ ചൊല്ലുമ്പോഴും അതൊക്കെ മലായികത്തീങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിനോട് യോജിച്ചു വരും. നമുക്ക് പ്രത്യേകിച്ച് അതിന്റെ ഒരു സമയം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മലായികത്തീങ്ങളുടെ സ്വലാത്ത് എപ്പോഴാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയമില്ല. എപ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും മലായികത്തീങ്ങളുടെ സ്വലാത്ത് അതിനോട് യോജിച്ചു വരും. അതുകൊണ്ട് തന്നെ മറ്റുള്ള ദിക്റുകൾ പോലെയല്ല, മലായികത്തീങ്ങളുടെ സ്വലാത്ത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഏത് പാതിരാ സമയത്ത് സ്വലാത്ത് ചൊല്ലിയാലും മലായികത്തുകളുടെ സ്വലാത്ത് അങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോൾ സ്വലാത്ത് ചൊല്ലിയാലും മലക്കുകളുടെ സ്വലാത്തിനോടൊപ്പമേ വരുള്ളൂ. അതുകൊണ്ട് അത് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള ഒരു വിഷയം മഹാനവറുകൾ ഉണർത്തിയത്
മഹാനവർകൾ വഫാത്തായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദറജകൾ ഏറ്റുകൊടുക്കുമാറാവട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വലാത്തിന്റെ വിഷയം മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു സ്ഥാനം സ്വലാത്തിനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒന്നാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുപ്പം സ്ഥാപിക്കുന്നതായ ആളുകൾ സ്വലാത്ത് കൂടുതലായി ചൊല്ലുന്ന ആളുകളാണെന്ന് നമ്മൾ സാധാരണ വഴതിൽ കേൾക്കാറുള്ളതാണ്. നമ്മുടെ ഉസ്താദ് അവറുകളും ഇവിടെ അത് ഉണർത്തുകയുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അടുപ്പം എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളായ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണമെന്നും അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായ ആളുകൾ ആരാണോ, നമ്മോട് ഏറ്റവും അധികം കരുണയുള്ളത് ആർക്കാണോ, അവരെക്കാളൊക്കെ അപ്പുറം നമ്മൾ രക്ഷപ്പെടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരിക്കൽ മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അദ്ദേഹം മരണാസന്നനായ സന്ദർഭത്തിൽ, മുനാഫിഖാണ്, മദീനയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഹിജറ വരുന്നതായ സന്ദർഭത്തിൽ ആ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് മദീനയിലുള്ള ഹസ്റജി വിഭാഗത്തിന്റെ ആളാണ്. ഹസ്റജി ഗോത്രത്തിൽപ്പെട്ടതായ അദ്ദേഹത്തെ മദീനക്കാരായ ആളുകൾ, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും ഗോത്രങ്ങളുമൊക്കെ നാട്ടിലുള്ള ഹസ്റജ് വിഭാഗത്തിന്റെ ഒരു മലിക്കായിട്ട്, ഒരു നേതാവായിട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറ മദീനയിലേക്ക് ഉണ്ടായത്. നബി തങ്ങൾ ഹിജറ വന്ന സന്ദർഭത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെയുള്ള അൻസ്വാരികളായ ആളുകൾ, ഹസ്റജ്, ഔസ്, ഹസ്റജ് ഗോത്രക്കാരായ അവിടെയുള്ള ആളുകളൊക്കെയും ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സ്വാഭാവികമായും നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി. ആ സമയത്ത് താൻ നേതാവാകാൻ വേണ്ടി അടുത്തിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഹസ്റജുകളുടെ, ആ നാടിന്റെ ഒരു നേതാവായി, ഒരു രാജാവായി വാഴാൻ ജനങ്ങളെല്ലാം എന്നെ തെരഞ്ഞെടുക്കും എന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ആ ഒരു സ്ഥാനലബ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ സ്ഥാനം കൈവന്നത് ആദരവായ നബിതങ്ങൾക്കായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ പേരിൽ എന്റെ സ്ഥാനം തട്ടിയെടുത്ത ആൾ, എന്റെ രാജസ്ഥാനം നഷ്ടപ്പെടാൻ കാരണക്കാരനായ ആൾ നബിതങ്ങളാണ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ശത്രുത നബിതങ്ങളോടുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും നാട്ടുകാരും എല്ലാവരും ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാമിലേക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും മുസ്ലിമായി. പക്ഷേ പുറമേ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം. മനസ്സിന്റെ അകത്ത് മുഴുവൻ നബിതങ്ങളോടുള്ള ശത്രുത. ആ ശത്രുത പല തവണ അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്. മുനാഫിക്കുകളുടെ നേതാവായിട്ട് അദ്ദേഹം അറിയപ്പെടുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ശത്രുത വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളെല്ലാവരും വേണ്ടി നബിതങ്ങളുടെ ആജ്ഞ കേട്ടുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, ചരിത്രം വിശാലമാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, യുദ്ധത്തിന് പോകുന്ന സ്വഹാബാക്കളെ നബിതങ്ങളുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് പോകുന്ന ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നബിതങ്ങൾ വിളിച്ചതായ ആ യുദ്ധത്തിന്റെ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിച്ച് നബിതങ്ങളെയും സ്വഹാബാക്കളെയും പരാജയപ്പെടുത്തുമാർ വിധത്തിൽ ആ തരത്തിൽ സ്വഹാബാക്കളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢപ്രവർത്തനങ്ങൾ എടുക്കാൻ വരെ ശ്രമിച്ച ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖ്. പക്ഷേ അദ്ദേഹം മരണാസന്നനായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മകൻ ഹുബാബ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ മകൻ വന്നുകൊണ്ട് നബിതങ്ങളോട്, എന്റെ പിതാവ് മരണാസന്നനായിരിക്കുന്നു, അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളെ ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു സലൂലിന്റെ മകൻ ഹുബാബാണെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നീ ഹുബാബല്ല,
ഹുബാബ് ശൈത്വാനാണ്, അതുകൊണ്ട് നീ ഇന്നു മുതൽ അബ്ദുള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള എന്ന് നബി തങ്ങൾ പേരിട്ട് ആ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാനും എല്ലാം വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ആ മകൻ വിളിച്ചത്. ആ സന്ദർഭത്തിൽ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്, മുനാഫിഖീങ്ങൾക്ക് വേണ്ടി ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. മുനാഫിഖീങ്ങൾക്ക് വേണ്ടി നബിയെ തങ്ങൾ ഈ 70 തവണ നിങ്ങൾ പൊറുക്കലിനെ തേടിയാലും ശരി, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്. മുനാഫിക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. മകനോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുനാഫിക്കീങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുന്നത് എത്ര തന്നെ പൊറുക്കലിനെ തേടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല എന്നുള്ള ആയത്ത് എനിക്ക് അവതരിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് 70 തവണ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70 ഒരു 70 അല്ല, 2 70 അല്ല, 3 70 ഇസ്തിഗ്ഫാറുകൾ അവർക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടിയിട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നബി അല്ലാഹു തആല വീണ്ടും ആയത്തിറക്കിക്കൊണ്ട് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാലും തേടിയിട്ടില്ലെങ്കിലും ഒക്കെ സമമാണ്, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് അല്ലാഹു തആല കട്ടായമായിട്ട് നബി തങ്ങൾ എതിര് നിന്നപ്പോൾ അല്ലാഹു തആല അത്രയും ഉറച്ച തീരുമാനം, ذلك بأنهم كذبوا ذلك بأنهم كفروا بالله وبرسوله, അല്ലാഹുവിലും അല്ലാഹുവിന്റെ ഹബീബിലും അവിശ്വസിച്ചതായ ആളുകളായതുകൊണ്ട് നബിയെ തങ്ങളുടെ ആ പൊറുക്കലിനെ തേടിയുള്ള ദുആ പോലും അല്ലാഹു തആല അവർക്ക് വേണ്ടി സ്വീകരിക്കുകയില്ല എന്ന് അല്ലാഹു തആല കട്ടായമായിട്ട് എതിര് പറഞ്ഞ് ആയത്തിറക്കേണ്ടി വന്നു. ഈ തരത്തിൽ മുനാഫിഖീങ്ങളായ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരെ അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നാളെ ആഖിറത്തിലുള്ളതായ പ്രയാസങ്ങൾ, അനുഭവിക്കാൻ പോകുന്നതായ പ്രയാസങ്ങൾ ഓർത്ത് അവരോട് പോലും കരുണ കാണിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തണമെന്ന് നബി തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാഹു തആല അതിനെ അനുവദിക്കുകയില്ല. അള്ളാഹുവിന്റെ ഹബീബ് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന, തങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രം കമീസ്, തങ്ങളുടെ വേർപ്പടക്കമുള്ളതായ ആ കമീസ് അബ്ദുല്ലാഹിബ്നു സലൂലിനെ പുതപ്പിക്കുക വരെ ചെയ്തു. പക്ഷേ അല്ലാഹു തആല സ്വീകരിച്ചില്ല, കാഫിറായതുകൊണ്ട്, മുനാഫിക്കായതുകൊണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇമാമിങ്ങൾ അതിന്റെ പിന്നിൽ പറയുന്നത് എന്താണ്? മുഅ്മിനീങ്ങളായ നമുക്ക് ഇതിൽ വലിയ ഒരു സന്തോഷമുണ്ട്. കാഫിറായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടിയുള്ള ഈ ദുആ നബി തങ്ങളുടേത് സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ നൽകിക്കൊണ്ട്, ഈമാൻ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചവരായ നമുക്ക് ഇതിൽ വല്ലാത്ത പ്രതീക്ഷയുണ്ട്, നല്ലൊരു സന്തോഷമുണ്ട്. എത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും, എത്ര നാണം കെട്ടതായ ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയവരാണെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുത്തു കഴിഞ്ഞാൽ തങ്ങളുടെ ദുആ, തങ്ങളുടെ ഇസ്തിഗ്ഫാർ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ആവുന്നത്ര ശ്രമങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് നടത്തുകയും, അങ്ങനെ നടത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എതിര് നിൽക്കുകയില്ല എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വല്ലാത്തൊരു പ്രതീക്ഷയാണ് എന്ന് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന സ്വലാത്ത്, ആ സ്വലാത്തിന്റെ പവിത്രമായ മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. മെനഞ്ഞാന്ന് വ്യാഴാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് പിന്നെ മഹാനായ ഹുജ്ജത്തുൽ ഉലമാ അവറുകളുടെ ഫതാവകളുടെ പ്രകാശനങ്ങൾ നടക്കുകയുണ്ടായി. 4000-ഓളം ഫത്വാകൾ 33 വർഷക്കാലം നുസ്രത്തുൽ അനാം മാസികയിൽ നൽകിയിരുന്ന ഫത്വാകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ളതായ
ഫതാവകളുടെ പ്രകാശനം നടക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന്റെ വരദാനമായി നൽകിയിരിക്കുന്ന മഹാനവറുകൾ അന്ന് ചെയ്തതായ പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. മഹാനായ ശംസുൽ ഉലമാ ഇവദ്ദീൻ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ അവരുടെ ശിഷ്യഗണങ്ങളിൽ നിന്ന് സുപ്രധാനമായ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പറഞ്ഞിരുന്ന വാക്ക്, എനിക്ക് പറയാനുള്ളത് ഇനി സ്വതക്ക പറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വേദിയുടെ പേരിന്റെ ഉടമയായ ശൈഖ് താജുൽ ഉലമാ ശൈഖുനാ അവറുകളുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വതക്ക പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഖുത്ബി തങ്ങൾ അവർകൾ അവിടുത്തെ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. താജുൽ ഉലമാ അവർകൾ ഖുത്ബി തങ്ങളുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് മുശാവറയിലാവട്ടെ മറ്റുള്ള വേദികളിലാവട്ടെ പ്രഖ്യാപിക്കുകയും കേരളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതായ പ്രദേശങ്ങളിലുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പറയാനുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ അവസാന വാക്കാക്കി നിശ്ചയിച്ച താജുൽ ഉലമാ അവർകൾ മഹാനവറുകൾ പറഞ്ഞതനുസരിച്ചുകൊണ്ടാണ് അന്നത്തെ ഉലമാ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്, ഉലമാ സംഘങ്ങളുടെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നത്. അതിനെല്ലാം ശേഷം നമ്മുടെ സദസ്സിലുള്ള ഹുജ്ജത്തുൽ ഉലമാ മഹാനവറുകളോടും ഈ താജുൽ ഉലമാ മഹാനവറുകൾ പറഞ്ഞ കരുവാരുകുണ്ടെന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രദേശത്തിലുള്ള പരസ്യമായ വേദിയിൽ വെച്ചുകൊണ്ട് ശൈഖുന താജുൽ ഉലമാ അവർകൾ പ്രസംഗം ആരംഭിച്ചതിന്റെ ശേഷം ഒരൽപ്പം പറഞ്ഞതിന്റെ ശേഷം പിന്നീട് സദസ്സിനോട് പറയുന്നത്, ഇനി എനിക്ക് പറയാനുള്ളത് ഹുജ്ജത്തുൽ ഉലമാ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ പറയും, നിങ്ങൾ കേട്ടുകൊള്ളുക എന്ന് ശൈഖുന താജുൽ ഉലമാ അവർകൾ പറഞ്ഞത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ പുറത്തിറക്കപ്പെട്ടതായ ഫതാവകളും അതിലുള്ളതായ 4000-ഓളം വരുന്ന ഫത്വകളുമെല്ലാം താജുൽ ഉലമാ അവരുടെ ആശീർവാദം കൊണ്ടാണ്, താജുൽ ഉലമാ അവർക്ക് കൊടുത്ത ഫത്വകളാണെന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ പൂർണ്ണമായും ആ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടിയതായ ഫത്വകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഭാഗ്യം ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഫത്വകൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും പുറത്തിറങ്ങാനുള്ളതുണ്ട്. അതിനുള്ള ഭാഗ്യമൊക്കെ ലഭിച്ച ഗുരുവര്യർ ഹുജ്ജത്തുൽ ഉലമാ മഹാനവറുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ തണലിൽ ദീർഘകാലം നമുക്കും നമ്മുടെ നാടിനും കഴിയാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಯಾವುದೇ ನಮ್ಮ ಸಲಾತಿನೊಂದಿಗೆ ಮಲಕ್ಗಳ ಸಲಾತ್ ಸೇರಿ ಬರುತ್ತದೆ. ಸಲಾತಿಗೆ ಇತರ ದಿಕ್ರುಗಳಿಗಿಂತ ವ್ಯತ್ಯಾಸವಿದೆ. ಸಂಸ್ಥಾನ ಜಮಿಯತುಲ್ ಉಲಮಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾಗಿದ್ದ ರಾಮದಳಿ ತಂಗಳರವರ ಹೃದಯ ಸ್ಪರ್ಶಿ ಮಾತುಗಳೊಂದಿಗೆ ಸಲಾತಿನ ಮಹತ್ವವನ್ನು ತಿಳಿ ಹೇಳಿ ನಮ್ಮ ಸಮಾಜದ ಯುವ ಪೀಳಿಗೆ ದಾರಿ ತಪ್ಪುತ್ತಿರುವ ಕುರಿತು ಆತಂಕ ವ್ಯಕ್ತಪಡಿಸಿ ಸಮುದಾಯ ಜಾಗೃತಿ ವಹಿಸಬೇಕೆಂದು ಎಚ್ಚರಿಕೆ ನೀಡಿದ ಬಹುಬಾಫಕಿ ತಂಗಳ ಅವರನ್ನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಅಭಿನಂದಿಸುತ್ತಿದ್ದೇವೆ.